ഒരുപാട് ദിവസമായിട്ട് വിചാരിക്കുകയായിരുന്നു പൊതിച്ചോറ് ഉണ്ടാക്കണം എന്നുള്ളത്. രാവിലെ കുടങ്ങിൽ തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് കൊഴു വാങ്ങി വെട്ടി വൃത്തിയാക്കി കറിവേപ്പിലേക്ക് ഇട്ടൊന്ന് നന്നായിട്ട് വറുത്തെടുത്തു കേട്ടോ. പിന്നെ കുറച്ച് വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു. വെറുതെ എളുപ്പത്തിലൊരു കറി വെക്കാമെന്ന് വിചാരിച്ചു വെണ്ടയ്ക്ക നടുവിടെ കീറി ഇങ്ങനെ നമ്മൾ അരിഞ്ഞെടുത്തു. പിന്നെ കടുക് വറുത്ത് സവാള വഴറ്റി വെണ്ടയ്ക്കയും കൂടെ നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ കുറച്ച് തേങ്ങാക്കൊത്തും മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ കൂടി ചൂടാക്കി പുളിവെള്ളവും ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ കറി റെഡിയായി. വറ്റൽമുളകും ഉള്ളിയൊക്കെ ചുട്ടി ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇലയൊന്ന് വാട്ടിയെടുത്തു. നമുക്ക് മുളക് ചമ്മന്തി ഉണ്ട്, അതുപോലെ തന്നെ ഇടിച്ച മുളകിൻ്റെ വറ്റൽമുളക് ഇടിച്ചതും ഉണ്ടായിരുന്നു കേട്ടോ. ഇതാ വെണ്ടയ്ക്ക കറി, പിന്നെ കുടങ്ങലിൻ്റെ തോരൻ, ഇരുമ്പപ്പുളി അച്ചാർ, ഇതാ ഇടിച്ച ചമ്മന്തി ഉണ്ട്. പിന്നെ നമ്മുടെ മീനും കൂടെ ഒരു ഇലയിൽ ഉള്ളിലായിട്ട് വെച്ചിട്ടുണ്ട്. ഒരുപാട് കറികളൊന്നുമില്ല, ഓംപ്ലേറ്റ് ഒന്നുമില്ല കേട്ടോ. സിമ്പിളായിട്ടുള്ളൊരു പൊതിച്ചോറ് നന്നായിട്ട് പൊതിഞ്ഞ് വെച്ചു. 3 പൊതിച്ചോറായിട്ട് ഉണ്ടാക്കിയത്. അമ്മയ്ക്ക് അച്ഛയ്ക്ക് വേണ്ടാന്ന് പറഞ്ഞു. എനിക്കും കുഞ്ഞിനും ഉണ്ടായിട്ടാണ് ഉണ്ടാക്കിയത്. രാത്രി ആയപ്പോൾ തുറന്നപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു മണമായിരുന്നേ. കുഞ്ഞിനുള്ള പൊതിയും തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു. കുഞ്ഞും പറ്റുന്ന പോലെയൊക്കെ വാരി കഴിച്ചോട്ടോ അത്.